ഇതിനൊരു പ്രിയപ്പെട്ട കോളേജിലെ ഡോക്ടർ വൈദ്യുതി ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ഫാദർ ജോബിനായിരുന്നു വേദിയിൽ സന്നിധരായിരിക്കുന്ന മിസ് അർജുന, വേദിയിൽ സന്നിധരായിരിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയപ്പെട്ട എൻ്റെ അനിയന്മാരെ അനിയത്തിമാരെ, നിങ്ങളെല്ലാവരും യഥാർത്ഥത്തിൽ ഞാൻ ഈ പരിപാടിയിൽ വിടുന്ന സമയത്ത് ഞാൻ ഒരുപാട് കടന്നുപോയ വഴികളാണ് നിങ്ങളുടെ കോളേജിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ കൊട്ടിയം CFHS-ലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ വീടായിരുന്നു ഇവിടുന്ന് ഒരു 300 മീറ്റർ പോയാൽ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സന്നദ്ധത്തിൽ പോയ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വീടാണ്. ഒരുപാട് നാളെ ഞാൻ കടന്നുപോയ വഴികളായിരുന്നു. അന്ന് ഇവിടെ ഒരു ആർട്സ് കോളേജിലായിരുന്നു. പക്ഷേ എനിക്ക് കോമ്പൂസ് അറിയാം. കാര്യം എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, അവനെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ എനിക്ക് ഡോൺ ബോസ്കോയെ അറിയാം. അതിനപ്പുറത്തേക്ക് നല്ല കുട്ടിയായിരുന്നു എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ ആദ്യം കരുതിയത് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ മാത്രമാണ്, ഇതൊരു ആർട്സ് കോളേജാണോ അല്ലെങ്കിൽ ഇതൊരു വലിയ കോളേജായി മാറിയതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അതായിരുന്നു സത്യം. പിന്നെ രണ്ട്, ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് വലിയൊരു സന്തോഷമൊന്നും കാണാൻ കഴിഞ്ഞില്ലെന്ന് തോന്നിപ്പോകാം. മറ്റൊന്നുമല്ല, ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഈ കുഞ്ഞുങ്ങളുടെ മുഖം നോക്കി അവരെന്നെ നോക്കി ചിരിച്ചത് തൊട്ട് ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്കറിയാതെ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഈശ്വര, ഏതെല്ലാം രീതിയിലുള്ള സാഹചര്യങ്ങൾ ഈശ്വരൻ നമുക്ക് ഒരുക്കി തരുന്നു, ആരോഗ്യപരമായി, സാമ്പത്തികമായി, മറ്റു രീതിയിലുമൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുമ്പോൾ ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ വെറുതെ ദുഃഖിച്ച് നടക്കുകയാണ്. എന്താ കാര്യം? നമ്മളെക്കാൾ ഉള്ളവനെ നോക്കി അവനുള്ളതൊന്നും നമുക്കില്ല എന്ന് ചിന്തിച്ച് അവനെയും നമ്മളെയും തമ്മിൽ താരതമ്യം ചെയ്ത് സ്വന്തം ജീവിതത്തിൽ സന്തോഷം കിട്ടാതെ നടക്കുന്ന ഭൂരിഭാഗം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യബോധം വേണം. ഞാനൊക്കെ അങ്ങനെ ഒരു കാലത്ത് ചിന്തിക്കുകയും അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ഈ കൊട്ടിയത്താണ് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത്. ഞാൻ ഇവിടെ നിന്ന് മാറി കൊട്ടാരക്കരയ്ക്ക് പോകാനുള്ള കാരണം എനിക്ക് സ്വന്തമായി വീടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീടില്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് എൻ്റെ മാമൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ആ മാമൻ്റെ ഓഹരിയായിട്ട് കൊട്ടാരക്കരയിലുള്ള ഒരു 5 സെന്റ് വസ്തുവിൽ ഒരു ഓല കെട്ടിയ ഒരു വീട്ടിലേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്നെയും എൻ്റെ അനിയനെയും ഒക്കെ കൊണ്ട് അമ്മ മാറുകയാണ്. അവിടെ നിന്ന് നമ്മളെ പരിഹസിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ, നമ്മളെ അവഗണിക്കുന്ന, നമ്മളെ പുച്ഛിക്കുന്ന സമൂഹത്തിന് മുന്നിൽ, നീ ഒന്നുമാകില്ല എന്ന് പറഞ്ഞ സമൂഹത്തിൻ്റെ മുന്നിൽ വളരണമെന്നുള്ള ചിന്ത അതൊരു ചെറിയ തീയായി പടർന്നു തുടങ്ങിയത് അവിടെ നിന്നാണ്. അതിൻ്റെ ഫലമായിരിക്കാം ഒരുപക്ഷെ ഇന്നീ കാണുന്ന ഒരു അഭിമാനം ഉണ്ടായത്. ഞാനിവിടെ നിങ്ങളോട് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നവരുണ്ടാവും. ഇപ്പം ഈ അടുത്ത സമയത്ത് നമ്മൾ വലിയ രീതിയിൽ കേൾക്കുന്ന വാക്കാണ് അതിജീവിത എന്നൊക്കെയുള്ള പദം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രസവിച്ച് തൻ്റെ കയ്യിലേക്ക് കിട്ടിയ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് അവിടെ മുതൽ ഈ കുഞ്ഞിനെ ഒരു പോരാളിയാക്കി സമൂഹത്തിൽ വളർത്താൻ തീരുമാനിച്ച ഒരമ്മയുടെ മനോവീര്യത്തിനപ്പുറത്തേക്ക് ഒരു അതിജീവിതമാരും ഇവിടെ ഇല്ല എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെ തിരുവനന്തപുരത്ത് ഒരുപാട് കാലം ഒരുപാട് അമ്മമാരുടെ സമരം നമ്മൾ കണ്ടു. തല മുട്ടയടിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ കണ്ടു. എന്താ കാര്യം? ഒരു ദിവസം ലഭിക്കുന്ന 230 രൂപ, അതിൽ കൂടുതലൊരു ശമ്പളം എനിക്ക് കൂട്ടിത്തരണം, ഞങ്ങൾക്ക് കൂട്ടിത്തരണം. ഈ 230 രൂപയിൽ ഇന്നിവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് അമ്മമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്ത് നമ്മൾ കണ്ടു. ആ അമ്മമാരും അതിജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ്. അവർക്ക് വേണ്ടി ഒന്നും സംസാരിക്കുന്ന ഒരു മാധ്യമങ്ങളുമില്ല. അപ്പൊ ഇത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ അമ്മമാരോടും ഞാനൊരു കഥ പറയാം. കഥയല്ല, നടന്ന യാഥാർത്ഥ്യം പറയാം. അമേരിക്കയിൽ ജനിച്ച ഒരു പെൺകുട്ടി 4ാമത്തെ വയസ്സിൽ ഇൻഫന്റൈൽ പാരാലിസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തിന് അടിമയായി അവളുടെ ശരീരം പൂർണ്ണമായും തളർന്നു. അതേ കുഞ്ഞിന്
പോളിയോ എന്ന് പറയുന്ന ഒരു അസുഖം കൂടി വന്നു. ആ കുഞ്ഞിന് എണീച്ചു നടക്കാൻ കഴിയില്ല. പക്ഷെ കിടക്കയിൽ കിടന്നുകൊണ്ട് 22 കുട്ടികളുണ്ട് ഈ അമ്മയ്ക്ക്. അതിൽ 20ാമത്തെ കുട്ടിയാണ്. തൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടുന്നവർ പുറത്തിറങ്ങി കളിച്ചിട്ട് നടക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം, അമ്മയെ എനിക്കും പുറത്തിറങ്ങി കളിക്കണം. ഈ അമ്മ എന്നീ കുഞ്ഞിനോട് പറയും, നിനക്കൊരിക്കലും എണീക്കാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയുമോ? മോളെ നിനക്ക് കഴിയും, അമ്മ സഹായിക്കാമെന്ന് പറഞ്ഞു. അമ്മ പതിയെ അവളെ കട്ടിൽ നിന്ന് എണീച്ചിരുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കലും എണീക്കില്ല എന്ന് പറഞ്ഞ ആ കുട്ടിയെ ആ അമ്മ കട്ടിലിരുത്തി പതിയെ പതിയെ അവൾക്ക് നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ അവൾക്ക് നടക്കാനുള്ള സഹായങ്ങൾ കമ്പിന്റെയും വടിയുടെയും മറ്റും സഹായങ്ങൾ ചെയ്തു കൊടുത്തു. പതിയെ മുടന്തി നടന്നു തുടങ്ങിയ ആ കുഞ്ഞിന് ഓടണമെന്നുള്ള ആഗ്രഹമുണ്ടായി. ഓടിയാൽ മാത്രം പോരാ, അവൾക്ക് ഓട്ട മത്സരത്തിൽ, സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്ന ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും എണീക്കില്ല എന്ന് പറഞ്ഞ് പാരാലിസിസ് വന്ന് പോളിയോ വന്ന് തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞിനെ അവളുടെ ആഗ്രഹത്തിന് വേണ്ടി എണീപ്പിച്ചിരുത്തിയ ഒരു അമ്മയോട് ആ കുഞ്ഞ് പറയുകയാണ്, അമ്മ എനിക്ക് ഓട്ട മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് പറയുകയാണ്. ആ അമ്മ ആ മകളിലേക്ക് ഒരു പോരാട്ടവീര്യം പകർന്നു കൊടുക്കുന്നു. ആ അമ്മ അവളെ നടക്കാനും ഓടാനും ശീലിപ്പിക്കുന്നു, ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാനും ശീലിപ്പിക്കുന്നു. 1960 റോം ഒളിമ്പിക്സിൽ അന്ന് അക്കാലത്ത് കൊടുങ്കാറ്റെന്ന് വിളിക്കപ്പെട്ട, ഒരിക്കലും നീ എണീക്കില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ വിൽമ റുഡോൾഫ് എന്ന് പറയുന്ന പെൺകുട്ടി ഒളിമ്പിക്സിൽ സ്വർണം നേടിക്കൊണ്ട് ഈ ലോകത്തെ വിറപ്പിച്ചപ്പോൾ ആ ലോകം അവളെ വിളിച്ചു കൊടുങ്കാറ്റെന്ന് വിളിച്ചു. അതിലും വലിയ അച്ചീവ്മെന്റുകളൊന്നും ഈ ലോകത്ത് തളർന്നു കിടക്കുന്ന ഒരാൾക്കും നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എണീക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരാൾക്കും ഇതിനേക്കാളും വലിയ ഊർജം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്കും, നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് അനിയന്മാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുക. ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടോ? സാമ്പത്തികമായി പ്രശ്നങ്ങളുണ്ടോ? അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്തൊരവസ്ഥ ഉണ്ടായതുകൊണ്ട് കുടുംബം നോക്കേണ്ട ഒരു ബാധ്യത നിന്നിലുണ്ടോ? നിനക്കൊരു സഹോദരിയുണ്ട്, നിനക്ക് അവളെ വിവാഹം കഴിപ്പിച്ചു വിടുന്ന ഒരു ബാധ്യത നിനക്കുണ്ടായിട്ടുണ്ടോ? ഈ ചിന്തകളിൽ നിന്ന് ഇതൊന്നും നിനക്കില്ലായെങ്കിൽ നിനക്ക് ആരോഗ്യമുണ്ടോ? നീ മുന്നോട്ട് നിന്റെ യാത്ര തുടരണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതല്ലാതെ ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത്? നിങ്ങൾ ഓരോരുത്തർക്കും ആഗ്രഹങ്ങളുണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തണമെന്ന് നിങ്ങൾക്ക് അറിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയും. ഈ വരുന്ന ക്രിസ്മസ് ദിനത്തിൽ ഇതിലും വലിയൊരു സന്ദേശമൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. ഞാൻ ഈ പറയുന്നത് ഒരുത്തൻ്റെയും മുന്നിൽ ആത്മാഭിമാനം പണയം വെച്ചോ, എൻ്റെ വ്യക്തിത്വം നശിപ്പിച്ചോ, നാളിതുവരെ കിട്ടുന്ന ഒരു നേട്ടങ്ങളും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ട് അത് കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാനുള്ള അവസരം എനിക്ക് ബിഗ് ബോസ് ഒരുക്കി തന്നതല്ലാതെ ബിഗ് ബോസിലൂടെ, ബിഗ് ബോസിന്റെ വിന്നറിലൂടെ എനിക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് ഞാൻ പ്രത്യേകിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ കേൾക്കാൻ തുടങ്ങി എന്നതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടം. ഞാൻ പറയുന്ന ആൾക്കാർ കൂടുതൽ ആൾക്കാർ കേൾക്കുമ്പോൾ ആ കേൾക്കുന്നവരിൽ 1000 പേരിൽ 900 പേരിൽ എത്ര പറഞ്ഞാലും 100 പേരുടെ ജീവിതത്തിൽ അതുമൂലം ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. എന്തായാലും ഡോൺ ബോസ്കോ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ പല കോളേജുകളിലും പല പരിപാടികളും നടക്കാറുണ്ട്. ആഘോഷങ്ങളും മറ്റു രീതിയിലുള്ള ബഹളങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഇത്തരത്തിൽ ജീവിതത്തിൽ എവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് ഇറങ്ങുക. അവർക്കൊരു സഹായത്തിനായി നിങ്ങൾ ഒരുമിക്കുക. അതിന് പിന്നിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ഒരു കോളേജ് മാനേജ്മെന്റ് ചെയ്തു തരിക. ഇത്രയും മഹത്തായ രീതിയിൽ ഈ വർഷം അവസാനിപ്പിക്കുമ്പോൾ ഇതിലും വലിയ ഒരാഘോഷമൊന്നും, ഇതിലും വലിയ സ്നേഹമൊന്നും യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. ഈശ്വരൻ ആഗ്രഹിക്കുന്നതും നിങ്ങളിലൂടെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളിടത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം. അപ്പോൾ ഇവിടേക്ക് എന്നെ ക്ഷണിച്ച കോളേജ് മാനേജ്മെന്റിനും എന്നെ സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തർക്കും, ഇന്നലെ ബിഗ് ബോസ് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ അനുകൂലിച്ചവർക്കും എന്നെ എതിർത്തവർക്കും എല്ലാവർക്കും 1000 സ്നേഹവും ക്രിസ്മസ് ആശംസകളും പുതുവത്സര ആശംസകളും നൽകിക്കൊണ്ട് നേർന്നുകൊണ്ട്
ഈ ഒരു ചടങ്ങിനെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.